നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ ഗോമതി ആകെപ്പാടെ ടെൻഷനോട് കൂടിയിട്ടാണ് സ്വാമി പോയിട്ട് പറഞ്ഞ കാര്യങ്ങള് മിത്രയോട് പറയണേ. ആ സമയം മിത്ര പറഞ്ഞു, എന്റെ അമ്മേ, പൂജ നല്ല രീതിയിൽ തന്നെ അവസാനിച്ചെന്നല്ലേ നേരത്തെ പറഞ്ഞത്, പിന്നെ ഇപ്പൊ എന്താ പെട്ടെന്ന് ഇങ്ങനെ? അത് പിന്നെ ഇപ്പൊ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴാ സ്വാമി പോറ്റി അങ്ങനെ പറഞ്ഞത്. അന്ന് ചിലപ്പോൾ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി പറയാതിരുന്നായിരിക്കും എന്ന് പറഞ്ഞു. ഈ സ്വാമി പോറ്റിയുടെ ഒരു കാര്യം പറഞ്ഞാല് ഇത് ഈ പൂജ ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെയാ. അവർ ചിലപ്പോൾ പറയും ബുധൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ രാഹുവിന്റെ ഇതുണ്ട്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ. അതൊക്കെ ചുമ്മാ പറയുന്നേ, അതിനകത്തൊന്നും ഒരു കാര്യമില്ല. ഒരു പൂജ നടത്തി കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയും, പിന്നീട് അടുത്ത പൂജ നടത്തിക്കും. അതേ മോളെ, ഇത് അങ്ങനെയൊന്നും അല്ലാന്ന് പറഞ്ഞു. അല്ല അപ്പൊ അപ്പച്ചിക്ക് അല്ല പറഞ്ഞു ബ്ലഡ് കണ്ടാൽ നല്ലതാന്ന്. എന്നിട്ടിപ്പോ എന്താ ഇങ്ങനെ പറയണേ? അത് പിന്നെ നമ്മളല്ലേ പറഞ്ഞേ, നല്ല നിമിത്ത ചോര കണ്ടായിരുന്നു. പക്ഷേങ്കില് അതൊന്നും അല്ല സ്വാമിപ്പോറ്റി പറഞ്ഞ ദുർനിമിത്തമാന്നാ പറഞ്ഞത്. നമ്മള് സ്വന്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞ് വിശ്വസിക്കുകയല്ലേ ചെയ്തത്. അത് കേട്ട് കഴിഞ്ഞപ്പം മിത്ര ഒരു നിമിഷം അങ്ങനെ ആലോചിച്ചു. അല്ലെങ്കിൽ തന്നെ മോളൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ പൂജ നടക്കണ സമയത്ത് എന്റെ കല്ലാണ് കൊണ്ട് കയറി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായത്. ആ ലോകമായിട്ട് വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ? എല്ലാം ഇതിന്റെ ഭാഗമായിട്ടാന്ന് എനിക്ക് തോന്നേ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അല്ല ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ അപ്പച്ചി? എന്ത് പരിഹാരം ഉണ്ടാവാനായിട്ട്? പരിഹാരമൊന്നും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ സ്വാമി പോയിട്ട് പറഞ്ഞേരം. പരിഹാരമൊന്നും ഇല്ലെന്നാ പറഞ്ഞേ. ഇനിയിപ്പോ വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ എന്ന് പറഞ്ഞാലേ അനുഭവിച്ചാൽ മതിയാവളം തോന്നേ. എനിക്കതൊക്കെ ഓർക്കുമ്പോൾ ടെൻഷൻ ആവുന്നുണ്ട്. ഇനിയിപ്പോ എന്താ സംഭവിക്കുമെന്ന് അറിയത്തില്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. ഈ വീട്ടിലുള്ള വേറെ ആർക്കും ഒന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. എനിക്ക് അതാ ഒരു പേടിയുള്ളത്. അത് കേട്ടപ്പം മിത്ര ഗോമതി ആശ്വസിപ്പിക്കണം. അതെ, അപ്പച്ചി വിഷമിക്കാതിരിക്കുക, അങ്ങനെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, ധൈര്യമായിട്ടിരിക്കുക, ദേവി നമ്മളെ കൈവിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുകയാണ് ഗോമതിയെ. ഇതേ സമയത്ത് അനുശ്രീ അലോവും ഭയങ്കര റൊമാൻറ്റിക് മൂഡിലായിരുന്നു. അലോക് അനുശ്രീയുടെ കൈയൊക്കെ എടുത്ത് പിടിച്ച് ഇങ്ങനെ ഭയങ്കര സ്നേഹത്തോടു കൂടിയിട്ട് ഇങ്ങനെ കയ്യിലൊക്കെ തഴിയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സുകന്യ അതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അനുശ്രീ പറഞ്ഞു, അലോകെ സുകന്യേച്ചി കാണും, പിന്നെ സുകന്യേച്ചി നോക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് സുകന്യ അവിടെ മാറുന്നതെല്ലാം കാണുന്നുണ്ടായിരുന്നു. സുകന്യ പറഞ്ഞു, ഇവളെന്നെ മരം വണ്ടിയാ, അല്ലെങ്കിൽ പിന്നെ ഇവനെ പോലെ ഒരുത്തരെ പ്രേമിക്കുവോ? ഇവളുടെ വിചാരം ഇവളെ ലോകം കീഴടക്കുന്ന എന്ത് ചെയ്യാനാന്ന് പറ. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു കാഴ്ച സുകന്യ കാണുന്നത്. മീനാക്ഷി വരുന്നു. മീനാക്ഷി എന്താ ഇതിലൂടെ? ദൈവമേ, പെട്ടോ? പെട്ടെന്ന് തന്നെ സുകന്യ ഓടി അനുസരിച്ച് അലോകിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ദേ അവള് വരുന്നുണ്ട്, ആ മീനാക്ഷി വരുന്നുണ്ടെന്ന് പറഞ്ഞു. മീനു ചേച്ചിയോ? എന്താ ഇതിലൂടെ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പെട്ടെന്ന് നിങ്ങൾ മാറിക്കോ, എങ്ങാനും പിടിക്കപ്പെട്ട അതോടുകൂടി തീർന്നെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം എന്ത് ചെയ്യാനും നടത്തില്ല. അലോക് ആദ്യം ഓടി മാറി. പിന്നീട് അനുശ്രീയും കൂടെ അങ്ങോട്ടേക്ക് മാറാൻ തുടങ്ങുകയാണ്. ഈ സമയം സുകന്യക്ക് ആകെപ്പാടെ വെപ്രാളുമായി പോയി. ദൈവമേ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ആ സമയം മീനാക്ഷിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. മീനാക്ഷി ആ ഫോൺ മെസ്സേജ് നോക്കാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് മീനാക്ഷി ഇങ്ങനെ തലതിരിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അനുശ്രീ ഓടുന്നുണ്ട്. ഇത് അനുമോളാണല്ലോ, അവളിത് എങ്ങോട്ടാ ഓടുന്നത്? അപ്പൊ കുറച്ച് വണ്ടികളൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു, കാറുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ട് മറയുന്ന കണ്ടു. ഇത് അനുസരി തന്നെയാണല്ലോ. പെട്ടെന്ന് മീനാക്ഷി എന്ത് ചെയ്തു, ആ പിന്നാലെ അങ്ങോട്ട് പോവണം. അപ്പോഴേക്ക് സുകന്യ ഇടയ്ക്കിലേക്ക് കയറി വീണു. സുകന്യ കയറി മീനിന്റെ കയ്യിലേക്ക് പിടിച്ചു. ആഹാ, മീനുവോ എന്ന് ചോദിച്ചു. അല്ല, ഇതെന്താ സുകന്യേച്ചി ഇവിടെ? അല്ല, അത് പിന്നെ ഞാനേ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി വന്നാന്ന് പറഞ്ഞു. അല്ല, ഇതാരെയാ മീനാക്ഷി നോക്കണെന്ന് ചോദിച്ചു. അല്ല, അനു. അനുശ്രീയോ? അവളും ഞാനും കൂടെ ഒരുമിച്ചാ ഷോപ്പിങ്ങിന് വന്നേ. പക്ഷേങ്കിലേ അവളുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ് പോലും. അങ്ങനെ അവളെയും കൂട്ടിക്കൊണ്ട് കേക്ക് കെട്ടിയാനായിട്ടും കൂടി പോയി. സ്കൂട്ടിയാ വന്നാൽ വിളിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു. പക്ഷെ അത് മീനാക്ഷിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് മീനാക്ഷി ചോദിച്ചു, ഏത് ഫ്രണ്ട്? ഫ്രണ്ടിന്റെ പേരെന്താന്ന് ചോദിച്ചു. എന്തോ നീനാന്നാ മറ്റോ പറഞ്ഞേന്ന് പറഞ്ഞു. നീനോ? അങ്ങനെ ഫ്രണ്ടിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലോ എന്ന് പറഞ്ഞു. അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് സുകന്യ ആകെപ്പാടെ വല്ലാതെ പതറുവാണ്. അത് പ്രത്യേകം മീനാക്ഷി ശ്രദ്ധിക്കുകയും ചെയ്തു. പക്ഷെ മീനാക്ഷിക്ക് അതും കൂടെ വിശ്വസിക്കാൻ പറ്റിയില്ല. മീനാക്ഷി പെട്ടെന്ന് അനുസരി പോയ വഴി അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും സുകന്യ ചോദിച്ചു, എങ്ങോട്ടാ മീനു പോകുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ ഇവിടെ നല്ല നീലേമരി കിട്ടുമെന്ന് പറഞ്ഞു. നീലേമരി? അതെന്തിനാ? ദേവി ചേച്ചിക്കായി അതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് അത് ഇവിടെ കുറെ ഉണ്ടെന്ന് പറഞ്ഞു. ഇച്ചിരി പറിച്ചേക്കാന്ന് കരുതി വന്നാന്ന് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് പോയി അവിടെ എല്ലാം ഇങ്ങനെ നോക്കുകയാണ്, കാണുന്നില്ല. ആ സമയം അനുസരി ഒരു വണ്ടിക്ക് ഇങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. അനുസരി തന്നെ അല്ലേ അത് താൻ കണ്ടത്? അവളെ തന്നെയാണ്. പക്ഷെ അവളത് എങ്ങോട്ട് പോയി ഒന്നും പിടികിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് സുകന്യ വന്നിട്ട് ഇങ്ങനെ വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. സുകന്യ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, എനിക്കറിയാടി നീ ആരെയാ നോക്കുന്നേന്ന്. അവളെയല്ലേ, അനുവിനെയല്ലേ നോക്കുന്നേ. അവളെ എങ്ങാൻ
പിടികൂടിയിട്ടുണ്ട്, തീർന്നു. അനുശ്രീയാണ് സർവ്വ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥനയോടെ നിൽക്കുകയാണ്. എന്റെ ഭഗവാനെ തന്നെ പിടികൂടല്ലേ എന്നൊരു ചിന്തയോടെ അപ്പുറത്ത് മാറി അലോകം ഉണ്ടായിരുന്നു. പിന്നീട് മീനാക്ഷി നോക്കിയിട്ട് കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ മീനാക്ഷി ഇങ്ങ് തിരിച്ച് നടക്കുവാണ്. ആ സമയത്ത് സുകന്യയുടെ മുഖത്ത് വല്ലാത്തൊരു പതർച്ചയായിരുന്നു. അപ്പോഴേക്കും മീനാക്ഷി ചോദിച്ചു, എന്താ സുകന്യേച്ചി? സുകന്യേച്ചിയുടെ മുഖത്തൊരു പതർച്ചയുണ്ടല്ലോ. അത് വെറുതെ തോന്നാന്ന് പറഞ്ഞു. പിന്നീട് സുകന്യ പറഞ്ഞു, മീനു നീയേ ടെൻഷൻ അടിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാന്ന് പറഞ്ഞു. എന്ത്? നീ ടെൻഷൻ അടിക്കില്ലെങ്കിൽ അതിപ്പം സുകന്യേച്ചി പറഞ്ഞല്ല അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതെ, നിന്റെ പിന്നിലൊരു പാമ്പുണ്ടെന്ന് പറഞ്ഞു. പാമ്പോ? ഒരു നിമിഷം ഒന്നും ഞെട്ടി ചാടി മീനാക്ഷി. അതെ, നീ തിരിഞ്ഞു നോക്കരുത്, കാരണം അനങ്ങാതെ അവിടെ തന്നെ നിൽക്കാനായിട്ട് പറഞ്ഞു. മീനാക്ഷി പെട്ടെന്നോർത്തു, അവിടെ കുറച്ച് പള്ളയും കാടുമൊക്കെ ഉണ്ട്, ഇനിയിപ്പോൾ അവിടെ പല പാമ്പും ഉണ്ടായിരുന്നോ എന്നൊരു ചിന്ത. മീനാക്ഷിക്ക് തിരിഞ്ഞു നോക്കാൻ പേടിയായിരുന്നു. ആ സമയം സുകന്യ അനുസരിയെ കൈ കൊണ്ട് കാണിക്കണം, മാറിക്കോളാനായിട്ട് പറയണം. അത്ര സമയം ടെൻഷനായിരുന്നു. ഒരു കാര്യം പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അനുസരിയെ ആലോകം കൊടുത്ത് അവരെ കുറിച്ച് പറയാനാ പോകുന്നേ. എല്ലാം ഇന്നത്തെ കൊണ്ട് തീർന്നെന്ന് ഓർത്തിരുന്ന. പക്ഷേങ്കില് ഭാഗ്യം കൊണ്ട് സുകന്യ അങ്ങനെയൊന്നും പറഞ്ഞില്ല. സുകന്യയുടെ ബുദ്ധി പ്രയോഗിച്ചായിരുന്നത്. കാരണം അനുസരിയൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പിന്നീട് സുകന്യ പറഞ്ഞു, അത് മീനാക്ഷി പാമ്പ് പോയിട്ടോന്ന് പറഞ്ഞു. പോയോ എന്ന് ചോദിച്ചിട്ട് മീനാക്ഷി തിരിഞ്ഞു നോക്കി, അവിടെയും കാണുന്നില്ല. അല്ല, എന്തിയെ പാമ്പ് എന്തിയെ? അത് പാമ്പ് എഴഞ്ഞ് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞു. നീ പേടിക്കൂലോ? പേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ കയറി ചവിട്ടിയാലോ എന്ന് കരുതിയിട്ടാ ഞാൻ പറയാതിരുന്നേന്ന് പറഞ്ഞു. പിന്നീട് മീനാക്ഷി സുകന്യ ഇങ്ങനെ നോക്കുകയാണ്. എന്തോ ഒരു കള്ളത്തരമുള്ള പോലെ മീനാക്ഷിക്ക് തോന്നുന്നുണ്ട്. പിന്നീട് മീനാക്ഷി ചോദിച്ചാൽ, സുകന്യേച്ചി വരുന്നില്ലേ? ഞാൻ വന്നോളാം, എനിക്ക് ഷോപ്പിംഗ് ഉണ്ട്, അനുസരിച്ച് വന്നിട്ട് വേണം. അതെ, എന്നോട് അവള് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമോ ഞാൻ. അവള് വന്നു കഴിയുമ്പോഴത്തേന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നേക്കാന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞിട്ട് മീനു ഇങ്ങനെ നടക്കുവാണ്. നടന്നിട്ട് മീനു തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ സുകന്യ ഒരു ദീർഘനിശ്വാസമൊക്കെ വിടുന്നുണ്ടു. ആകെപ്പാടെ ടെൻഷനോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടു. എന്തോ കള്ളത്തരം ഉണ്ടല്ലോ. മീനാക്ഷി നോക്കിക്കഴിഞ്ഞപ്പോൾ സാധാരണ നിൽക്കുന്ന പോലെ പെട്ടെന്ന് നിൽക്കുകയാണ്. ഇനി സംശയത്തിന് ഇടയൊന്നും കൊടുക്കണ്ടെന്ന് കരുതിയിട്ട് പിന്നെ മീനാക്ഷി ഒന്നും മിണ്ടാതെ പെട്ടെന്ന് അങ്ങോട്ട് പോവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ മീനാക്ഷി വീട്ടിലേക്ക് വരികയാണ്. മിത്ര അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. മിത്രയെ കണ്ടുപിടിച്ചതിന് മീനാക്ഷി ചോദിച്ചു, അല്ല അനുമോൾ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു. എന്താ ചേച്ചി, എന്താ അങ്ങനെ ചോദിച്ചേ? ചോദിച്ച അനു എന്തേന്ന് ചോദിച്ചു. അത് പിന്നെ അനു സുകന്യേച്ചിയും കൂടെ പുറത്തു പോയേക്കുക. സുകന്യേച്ചിക്ക് എന്തോ ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അനുവിന് എന്തൊക്കെയാ വാങ്ങിക്കാണെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പോയേക്കുവെന്ന് പറഞ്ഞു. അല്ല, എന്താ ചേച്ചി അങ്ങനെ ചോദിച്ചെന്ന് ചോദിച്ചു. ഒന്നുമില്ല, അതൊന്നും അല്ല, എന്തോ കാര്യമായിട്ടുണ്ട്. മീനാക്ഷി ചേച്ചിയുടെ മുഖത്ത് നല്ല ടെൻഷൻ കാണുന്നുണ്ടല്ലോ. എനിക്കറിയാൻ കാര്യം എന്താന്ന്. നിനക്കറിയാന്ന്? അതെ, അപ്പച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേന്ന് ചോദിച്ചു. അല്ല, അമ്മ എന്തിനാ വിളിക്കുന്നേ? അപ്പൊ കാര്യങ്ങളൊന്നും അറിയത്തില്ലേ? ഞാൻ കരുതി അപ്പച്ചി വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ വലിയ ഭൂകമ്പം ഉണ്ടാക്കിയിട്ടിരിക്കോ അപ്പച്ചി ഇവിടെ. ഭൂകമ്പോ? എന്ത് ചെയ്യാൻ എന്റെ മീൻ ചേച്ചി. നമ്മളോടെല്ലാവരുടെ നേരത്തെ പറഞ്ഞിരുന്ന ആ സാമിപ്പോറ്റി അന്ന് ചെയ്ത പൂജകളും കാര്യങ്ങളൊക്കെ ഗുണകരമായിരുന്നല്ലേ? പക്ഷേ എങ്കില് അന്ന് ദുർനിമിത്തമാണ് കണ്ടുപോലും അഗ്നിപൂജ നടത്തിയിട്ട്. അതുകൊണ്ട് ആ ദോഷം മാറിയിട്ടില്ല. ഇനി വീണ്ടും ആ ദുരന്തം വരുമെന്നൊക്കെ പറയണേ. അങ്ങനെ പറഞ്ഞു. അതേന്നെ, ദേവമര ക്ഷേത്രത്തിൽ അപ്പച്ചി പോയിട്ടുണ്ടായിരുന്നല്ലോ. പോയിട്ട് വന്നപ്പോൾ പറഞ്ഞു, അപ്പത്തോട്ട് ഭയങ്കര ടെൻഷനോട് കൂടിയിട്ട് ഇരിക്കുവാന്ന് പറഞ്ഞു. അതേ സമയത്ത് ഗോമതി അങ്ങോട്ട് വന്നു. ഗോമതി എന്നിട്ട്, നീ എന്നെ കളിയാക്കൊന്നും വേണ്ട മിത്രേ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേ. സാമി പോയിട്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതിനായിട്ടൊരു മാറ്റം വന്നിട്ടില്ല. അപ്പോഴേക്കും മീനാക്ഷി ചോദിച്ചു, സാമി പോയിട്ട് പറഞ്ഞോ ഇനി ദുരന്തം ഉണ്ടാവുന്നു? അതേന്നെ, ദുരന്തം വിട്ടൊഴിഞ്ഞിട്ടില്ലെന്നാ പറഞ്ഞേ. അപ്പൊ ഇനി എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? ഇനി വീണ്ടും പൂജ നടത്തണമെന്ന് പറഞ്ഞോ? ഇനി 41 ദിവസം കഴിയാതെ വീണ്ടും പൂജ നടത്താൻ പറ്റില്ലെന്നാ പറഞ്ഞേ. അതിനുള്ളില് ഈ വീട്ടിലുള്ളവർക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട് മീനു. എനിക്ക് ആകെപ്പാടെ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോഴേക്കും മീനാക്ഷി ഗോമതിയുടെ കയ്യെ പിടിച്ച് അവിടെ സെറ്റിയെ കൊണ്ടിരുത്തണം. അമ്മ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്താ മോളെ? അമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. സ്വാമിമാർ അങ്ങനെയൊക്കെ പറയും, പൂജാരിമാരും ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ നടക്കണമെന്നൊക്കെ ഒരു നിർബന്ധമില്ലെന്ന് പറഞ്ഞു. ദേ മീനു, നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ ഇങ്ങനെയുള്ള ജ്യോതിഷന്മാരൊക്കെ പറഞ്ഞ കൃത്യമായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ കൃത്യമായിരിക്കും പോലും. അമ്മയോട് ആരാ പറഞ്ഞ അങ്ങനെയൊക്കെ? എല്ലാം ഒന്നും ഭരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അമ്മയ്ക്കറിയില്ല, കുറച്ച് നാൾ മുമ്പ് 1-2 വർഷത്തിന് മുമ്പ് പ്രശസ്തനായ ഒരു ജ്യോത്സ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ വർഷം ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നു. എന്നിട്ടോ മഴ വല്ലതും ഉണ്ടായോ? മഴയൊന്നും ഉണ്ടായില്ലോ. അങ്ങനെ എല്ലാരും കൂടെ ട്രോളി ശരിയാക്കിയെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ഗോമതി ഇങ്ങനെ ആലോചിച്ചു. പിന്നെ അത് മാത്രമല്ല, ഇതിനു മുമ്പ് വലിയൊരു കൊറോണ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ കൊറോണ കാലത്ത് എത്ര വലിയ മതപണ്ഡിതന്മാരും ജ്യോത്സ്യന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടോ അവർക്ക് ഈ പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ആ കൊറോണ മാറ്റിക്കളയാൻ പറ്റുമോ?
ഇല്ലല്ലോ, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്ര വലിയ മഹാമാരി വന്നിട്ട് അത്രയൊക്കെയുള്ളൂ ഇതും. അമ്മ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിച്ചാൽ മതി. കൂടുതലായിട്ട് ഓവറായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വരാനുള്ളതാണെങ്കിൽ വഴി തങ്ങത്തില്ലെന്ന് പറഞ്ഞ കണക്ക് അമ്മയ്ക്കറിയാലോ പരീക്ഷത്ത് മഹാരാജന്റെ കാര്യം. മരണഭയത്തെ ഭയന്ന് എവിടെയൊക്കെ കയറി ഒളിച്ചിരുന്നു. ഒടുവിൽ തഷകനൊരു ചെറിയ പുഴുവായിട്ട് വന്ന് പണി കൊടുത്തില്ലെന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാ പറഞ്ഞമ്മേ, അമ്മ പേടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തിനെ നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം. വന്നാ വന്നതിന്റെ ബാക്കി. വരാനുള്ളതാണെങ്കിൽ നമ്മൾ ഏത് മാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും വരുമെന്ന് പറഞ്ഞു. കോമതിക്ക് ചെറിയൊരു ആശ്വാസമൊക്കെ തോന്നി. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, ആ ഇപ്പൊ അപ്പച്ചിയുടെ മുഖത്തൊരു തെളിച്ചൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ടെൻഷൻ കുറഞ്ഞതുപോലെ ഉണ്ടല്ലോ അപ്പച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ ഗോമതിയുടെ ടെൻഷൻ ഒന്ന് കുറയ്ക്കുകയാണ് മീനാക്ഷിയും മിത്രയൊക്കെ ചേർന്നിട്ട്. ഇതേ സമയത്ത് സുകന്യ അലോവും കൂടെ അനുശ്രീ ഉപദേശിക്കുകയാണ്. അനുശ്രീ പറഞ്ഞു, എനിക്ക് പേടിയാവുന്നുണ്ട് വീട്ടിലേക്ക് ചെല്ലാനായിട്ട്. മീനാക്ഷി ചേച്ചി എന്നെ കണ്ടു കാണുമോ? സുകന്യ പറഞ്ഞു, ഏയ് അങ്ങനെ ഇല്ലെന്നേ. മീനാക്ഷിക്ക് ഒരു സംശയമുള്ളൂ നീയാണോന്ന്. ആ സംശയം മാറ്റി കൊടുത്തിട്ടുണ്ട് ഞാൻ. നീ അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അലോക് പറഞ്ഞു, സുകന്യേച്ചി പറഞ്ഞു തന്നില്ലേ വീട്ടിൽ ചെന്നുമ്പോൾ നീ എങ്ങനെ പറയണമെന്ന്. അങ്ങനെ തന്നെ നീ അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഇനിയിപ്പം നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട അനു എന്ന് പറഞ്ഞു. അനുമോള് പറഞ്ഞു, അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ മീനാക്ഷി ചേച്ചി എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു അറിയാലോ. പിന്നെ എനിക്ക് ആ വീട്ടിൽ പോയിട്ട് എന്നെ പിന്നെ വെച്ചേക്കില്ല അച്ഛൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, അതാണ് നിനക്ക് ടെൻഷൻ. നിനക്കൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഒരു ഉപദേശ ക്ലാസ് അങ്ങോട്ട് കൊടുക്കുവാണ്. ആ ലോകം സുകന്യയും കൂടെ ചേർന്ന് അനുസരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.